താബിഈ പണ്ഡിതനാണ് അബൂ ഹാസിം റഹിമഹുല്ലാഹ്. വലിയ സാഹിദാണ്, വിരക്തിയുള്ള, തഖവയുള്ള, ഇബാദത്തിൽ മുഴുകിയ വലിയ ആലിമാണ് അബൂ ഹാസിം റഹിമഹുല്ലാഹ്. ആ അബൂ ഹാസിമിനോട് അന്നത്തെ ഭരണാധികാരി ചോദിക്കുന്ന ചോദ്യങ്ങളും അതേ നൽകുന്ന മറുപടികളും ഒക്കെ ഇമാം ദാരിമി തന്നെ സുനൻ ദാരിമിയിൽ സ്വഹീഹായ പരമ്പര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അന്നത്തെ ഭരണാധികാരി അബൂ ഹാസിമിനെ ചോദിച്ച ചോദ്യമുണ്ട്, മൻ അഖ്സറുൻ നാസി യാ അബാ ഹാസിം, അല്ലയോ അബൂ ഹാസിം, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നഷ്ടക്കാരൻ ആരാണ്? ജനങ്ങളിൽ ഏറ്റവും വലിയ നഷ്ടക്കാരൻ ആരാണ് അബൂ ഹാസിം? ഇതിന്റെ മറുപടി, അഖ്സറുൻ നാസ് മൻ ബാഅ ആഖിറതഹു ലിദുനിയാ ഗൈരിഹി, മറ്റൊരുത്തന്റെ ദുനിയാവിന് വേണ്ടി സ്വന്തം ആഖിറത്തിനെ വിറ്റവനാകുന്നു. സുബ്ഹാനല്ലാഹ്. മറ്റൊരുത്തന്റെ ദുനിയാവിന് വേണ്ടി സ്വന്തം ആഖിറം കച്ചവടം ചെയ്തവൻ. തന്റെ ദുനിയാവിന് വേണ്ടിയാണെങ്കിൽ ദുനിയാവിനെയും കിട്ടിയിരിക്കാം. ഇത് മറ്റോന് വേണ്ടി, ഓനെ ന്യായീകരിക്കാൻ വേണ്ടി, അയാളെ വെള്ളപൂശാൻ വേണ്ടി, അയാളെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അയാളെ പ്രസിഡന്റ് സെക്രട്ടറി ആക്കാൻ വേണ്ടി നമ്മളെ പരലോകം കളയാം. അതാണ് ഏറ്റവും വലിയ നഷ്ടക്കാരെന്നാണ്. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. KNM വേണ്ടി, അല്ലെങ്കിൽ വിസ്തത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഏത് സംഘടനയ്ക്ക് വേണ്ടി ആവട്ടെ, ഏത് നേതാവിന് വേണ്ടി ആകട്ടെ, നമ്മുടെ പരലോകം കാണാൻ പറ്റില്ല. ദീനെതിരായി നമ്മളെ വിസ്തം നേതൃത്വം ഒന്നിച്ചു പറഞ്ഞാലും ഇല്ല, അതങ്ങനെ നമ്മളില്ല എന്ന് പറയണം. അതാണ് ദീൻ. ദീനിലുള്ള കാര്യം പറയുന്ന കാലത്തോളം നമ്മളൊപ്പുണ്ടാകും, എല്ലാ നിലക്കും അംഗീകരിച്ച് കൂടെ ഉണ്ടാകും. അതിനെതിരാണ് പറഞ്ഞാലോ അത് അംഗീകരിക്കില്ല, അത് ചോദ്യം ചെയ്യാൻ പറ്റണം, ഒരു പ്രശ്നമില്ല. അത് പറ്റാതാകുമ്പോൾ നമ്മൾ പ്രയാസപ്പെടും. KNM പറയാ ഒരു കാലത്ത് അള്ളാഹ് മാത്രം അബൗദിക കഴിവുള്ളൂ, അപ്പൊ അത് അംഗീകരിക്കാം. 2012 പറയാ ജിന്നുമാർക്ക് അബൗദികാണ്, അപ്പൊ അത് അംഗീകരിക്കാം. അതില്ല. അങ്ങനെ അത് തക്ലീദിന് പോലും അത്ര ഉണ്ടാവില്ല. അത് ശരിയല്ല സഹോദരന്മാരെ. എന്നിട്ട് എന്താണ് അവിടുന്ന് പറഞ്ഞത് അത് അതേപടി വിശ്വസിക്കുക. ഒരു ക്ലിപ്പിണ്ട് കിട്ടി അതങ്ങനെ വിശ്വസിക്കുക. ഈ കണ്ട മനുഷ്യന്മാർക്ക് ജീവിച്ചിരിപ്പില്ലേ? ഒരു വാക്ക് ചോദിച്ചാൽ പോലെ, ഒന്ന് വിളിച്ചു ചോദിച്ചാൽ പോലെ നിങ്ങളെ പറ്റി കേൾക്കുന്നുണ്ടല്ലോ, ശരിയാണോ? ശരിയല്ല. കഴിഞ്ഞില്ലേ? അല്ല ശരിയാണ്, ജിന്നിനെ വിളിക്കാൻ നമുക്ക് അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാലോ നമുക്ക് ധൈര്യമായി പ്രചരിപ്പിക്കാലോ. അല്ലാതെ ഒരുത്ത എവിടെ നോണ പറഞ്ഞതിന് അത് ക്ലിപ്പാക്കി അത് നമ്മൾ വാട്സപ്പിൽ കിട്ടുമ്പോഴേക്ക് എല്ലാ ഗ്രൂപ്പിലേക്കും വിട്ട് അതിന്റെ പേരിൽ ഒന്നും അറിയാത്ത ഈ നാട്ടിലെ സാധുവിനെ വിളിച്ചിട്ട് ഓൻ ജിന്നിന്റെ ആളാണ്, ഓൻ ശിർക്കിലാണ്, ഓൻ മുസ്ലിക്കാണ്, ഓൻ പള്ളിയിൽ നിന്ന് പുറത്തു പോകണം, ഓൻ ബാങ്ക് കൊടുക്കാൻ പാടില്ല, ഇഖാമത്ത് കൊടുക്കാൻ പാടില്ല, ഓനോട് ഇമാം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും നഷ്ടം മറ്റെന്താണ്? എന്തിനാണ് ഈ വക കള്ള പ്രചാരണങ്ങൾ, ഈ ദുരാരോപണങ്ങൾ? മറ്റൊരുത്തന്റെ ദുന്യാവിന് വേണ്ടിയാണ്, മറ്റൊരുത്തന്റെ ദുനിയാവിന് വേണ്ടി, അവന്റെ ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മുടെ പരലോകം തുലക്കേണ്ടവരല്ല നമ്മൾ.